നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മളൊരു വഴുതനങ്ങ മെഴുക്ക് പുരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു 3 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങയിൽ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണോളം മുളക് പൊടി, അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി വയ്ക്കുക. തിരുമ്മി വെച്ചതിന് ശേഷം നമ്മുടെ ചീനച്ചട്ടി ചൂടാക്കി ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിടുക. കടുകിട്ടതിന് ശേഷം ആ കടുക് പൊട്ടാറാവുമ്പോൾ നമ്മുടെ മുളകിടുക, വറ്റൽമുളക് ഇട്ടതിന് ശേഷം അതൊന്ന് പൊട്ടിവരെ വെയിറ്റ് ചെയ്യാം. പൊട്ടിയതിന് ശേഷം നമ്മളൊരു സവോള എടുത്തിട്ടുണ്ട്, ഒരു പച്ചമുളകും, ആ പച്ചമുളക് രണ്ടും കൂടി അതിലേക്കിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. അത് നല്ലോണം വഴണ്ട് വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നല്ല ബ്രൗൺ കളറൊന്നും ആവേണ്ട ആവശ്യമില്ല. ഏകദേശം ഒന്നൊരു ട്രാൻസ്പെറൻറ്റ് കളറാകുമ്പോൾ നമുക്ക് നിർത്താം. അത് കഴിഞ്ഞ് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ വഴുതനങ്ങ മെഴുക്ക് പുരട്ടി നമ്മുടെ വീടുകളിലൊക്കെ ഡെയിലി നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ എന്നാൽ ഇതൊരു സിമ്പിൾ റെസിപ്പിയാണ്, നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റും, ഹെൽത്തി റെസിപ്പിയാണ്. കാരണം ഈ റെസിപ്പി അധികം വെളിച്ചെണ്ണയൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ വഴുതനങ്ങ ഇട്ട് കൊടുത്ത് ഇളക്കി നമ്മളതൊന്ന് അടച്ചു വെച്ച് വേവിക്കുക. അടച്ചു വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് വഴറ്റി കൊടുക്കുക. വെള്ളം തീരെ വറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരു ടീസ്പൂണോ 1.5 ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കത് ഒന്നും കൂടി മെഴുക്ക് പുരട്ടി ഒന്ന് വഴറ്റിയെടുക്കുക. അത് ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് നോക്കുന്നത് അടിയിൽ പിടിച്ചോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സാധാരണ നമ്മുടെ വീടുകളിലൊക്കെ ഇങ്ങനെ ചെയ്യും, നമ്മൾ വെള്ളം ഒഴിച്ച് അത് കുറേശ്ശെ വേവിക്കും. പക്ഷെ ഇതിലധികം വെള്ളം ഒഴിക്കുന്നില്ല നമ്മൾ, കാരണം ഇത് ഒരു വെള്ളം ഒഴിക്കാതെ തന്നെ വാടുന്നതാണ് ഈ വഴുതനങ്ങ, പടവലങ്ങ അങ്ങനെയുള്ള മെഴുക്ക് പുരട്ടികളൊക്കെ. ഇത് കഞ്ഞിയുടെ ചോറിൻ്റെ കൂടെയൊക്കെ നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കണത് സാധാരണ എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. ഇത് കണ്ടോ, നല്ലപോലെ വാടി വന്നു. ഇത് മെഴുക്ക് പുരട്ടിയുടെ ഒരു ലാസ്റ്റ് സ്റ്റേജാണ്. നമ്മളത് നല്ലപോലെ അടച്ചു വെച്ച് ആ ആവിയിലിരുന്നിട്ട് അത് നല്ലപോലെ വേവണം. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ തീയിലിരുന്ന് വേവുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇതിപ്പോൾ ചെറിയ തീയിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതൊന്ന് നല്ലപോലെ ഒന്ന് പൊത്തി വയ്ക്കുക. ആവി അതിനുള്ളിൽ കടക്കുന്ന രീതിയിൽ നല്ലപോലെ പൊത്തി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡിയായി.